ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബേസിക് ബിഗിനേഴ്സ് എംബ്രോയ്ഡറിയിൽ ഒന്നായിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് പൂക്കൾക്കിടയിൽ ചെറിയ ചെറിയ മുട്ടുകളായിട്ടും പൂവുകളുടെ ഇടയിൽ ബഡ്സുകൾ ഫില്ല് ചെയ്യാനായിട്ടും പൂവിൻ്റെ ബൊക്കകളൊക്കെ ഫില്ല് ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ബേസിക്കലി ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിൻ്റെ സൈസുകളും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഫ്രഞ്ച് നോട്ടിലോട്ട് കിടക്കാം. ഫ്രഞ്ച് നോട്ടിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നൂലുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ടൈ ചെയ്ത് വരുമ്പോൾ അവിടെ കെട്ടുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 3 ത്രെഡുകളാണ്, 3 എംബ്രോയ്ഡറി ത്രെഡാണ്. അത് നീഡിലിനകത്തൂടെ പാസ് ചെയ്ത് 6 എണ്ണമാക്കി നമ്മൾ ഒരുമിച്ച് അതിൻ്റെ അറ്റത്ത് ടൈ ചെയ്യുന്നു. ഈ 6 ത്രെഡുകൾ ഒരുമിച്ച് ടൈ ചെയ്യുമ്പം നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തുള്ള നോട്ട് ചെറുതാക്കാൻ നമ്മൾ ആദ്യം അത് നീഡിലിൽ ചുറ്റിയതിന് ശേഷം പിടിച്ച് വലിച്ചിട്ടാണ് നമ്മൾ ടൈ ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ കെട്ടിൽ നമുക്ക് കാര്യം നടക്കും. അതിൻ്റെ അറ്റത്ത് വലുതായിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് അവിടെ ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം എംബ്രോയ്ഡറി ത്രെഡുകളുടെ എണ്ണത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ എംബ്രോയ്ഡറി ത്രെഡുകളുടെ എണ്ണത്തിൽ കൂട്ടുമ്പോൾ ഫ്രഞ്ച് നോട്ട് കൂടുതൽ കട്ടിയായി കിട്ടുന്നു. അതുപോലെ തന്നെ ഓരോ തവണയും ചുറ്റുന്നതനുസരിച്ച് ഇതിൻ്റെ കട്ടി കൂടുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം നീഡിൽ ഫാബ്രിക്കിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് വലിച്ചെടുത്തതിന് ശേഷം അത് എംബ്രോയ്ഡറി ത്രെഡിൻ്റെ മുകളിൽ ചുറ്റി അതേ പോയിന്റിൽ തിരിച്ച് കുത്തി താഴോട്ട് വലിച്ചെടുക്കുന്നു. അപ്പോൾ അത് അവിടെ ഒരു റോസ് പോലെയോ ഒരു ടൈ പോലെയോ കാണുന്നു. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത ഫ്രഞ്ച് നോട്ട് അത് 6 സ്ട്രാൻഡ് എംബ്രോയ്ഡറി ത്രെഡിലാണെങ്കിൽ ഇതിന് ചുറ്റും ഇനി കാണിക്കാൻ പോകുന്നത് 4 സ്ട്രാൻഡുള്ള എംബ്രോയ്ഡറി ത്രെഡ്, അതായത് റെഡിൻ്റെ 4 സ്ട്രാൻഡുള്ള എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം 6 എണ്ണത്തിനെ വെച്ച് നോക്കുമ്പം 4 എണ്ണം ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും ചെയ്യുന്ന ഈ റെഡ് സൈസിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റെഡ് നേരത്തെ അതേ നമ്പർ നീഡിലിന് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എംബ്രോയ്ഡറി ത്രെഡുകളിലെ ഇഴകളുടെ എണ്ണം 2 എണ്ണം കുറഞ്ഞതുകൊണ്ട്, അതായത് നേരത്തെ 6 ആണ് ഇപ്പം 4 എണ്ണം ആയതുകൊണ്ട് ഇതിൻ്റെ കട്ടി ഒരു നേരത്തേനേക്കാളും മഞ്ഞതിനേക്കാളും ഒരിച്ചിരി കുറവായിരിക്കും. അങ്ങനെ ഇത് ഈ ഫ്ലവറിന് ചുറ്റും ഈ മഞ്ഞയ്ക്ക് ചുറ്റും ഇത് ചെയ്യുന്നു, റൗണ്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളെടുക്കുന്ന ഈ 2 ചുറ്റിന് പകരം ഒരു 4 ചുറ്റോ 5 ചുറ്റോ ആണെങ്കിൽ ഈ പറയുന്ന ഈ ഫ്രഞ്ച് നോട്ടിന് സൈസ് കൂടുതൽ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തത് ഇങ്ങനെ തന്നെയാണ്. നടുവിലത്തെ ഫ്രഞ്ച് നോട്ട് വലുതും അതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം വളരെ ചെറുതുമായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫ്രഞ്ച് നോട്ട്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.